ഗായ് റിച്ചിയുടെ സംവിധാനത്തിൽ ലയൺസ്ഗേറ്റ് ഫിലിംസിന്റെ ബാനറിൽ 2024 ഏപ്രിൽ 13 പുറത്തിറങ്ങിയ ഹോളിവുഡ് ആക്ഷൻ അല്ലെങ്കിൽ ഹോളിവുഡ് സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ദ മിനിസ്ട്രി ഓഫ് അർജന്റ് മാൻലി വാർഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സൂപ്പർ സിനിമയാണ്, നല്ല രസമാണ് കണ്ടിരിക്കാൻ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉറപ്പായും പോയി കണ്ടിരിക്കേണ്ട സിനിമയാണ്. ഇതിനെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൻറി കാവിലില്ലേ, അതായത് സൂപ്പർമാൻ, മാൻ ഓഫ് സ്റ്റീൽ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക DC-യുടെയൊക്കെ പുതിയ സിനിമകളിലൊക്കെ നായകനായിട്ട് അഭിനയിച്ച ഹെൻറി കാവിൽ, നമ്മുടെ വിച്ചർ സീരീസിൽ നായകനായിട്ട് അഭിനയിച്ച ഹെൻറി കാവിൽ. മെൻ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിലെ നായകനെ അറിയാത്തവർ വളരെ ചുരുക്കമാണ്. സൂപ്പർമാൻ എന്നുള്ളൊരു ക്യാരക്ടറെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു പക്ഷേ ഹെൻറി കാവിലിൻ്റെ മുഖമായിരിക്കും. അപ്പം ഹെൻറി കാവിലാണ് ഇതിലൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊന്നുമല്ല, ഇത് വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു ലെറ്ററിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സംഭവം എന്താ പറയുക ഈ ഒരു സ്റ്റോറി ഇൻസ്പയർ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറി തന്നെയാണ്, എന്നാൽ അതിനെ ഒരു സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ ഡാമിയൻ ലൂയിസിൻ്റെ 2014 നമ്മുടെ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ സീക്രട്ട് വാരിയേഴ്സ് ദ എക്സ്പ്ലോസീവ് ട്രൂ സ്റ്റോറി ഓഫ് സ്പെഷ്യൽ ഫോഴ്സ് ഡെസ്പെറാഡോസ് ഓഫ് വേൾഡ് വാർ 2 എന്ന് പറയുന്ന അതിൽ നിന്ന് എടുത്തുകൊണ്ടാണ്, അല്ലെ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ചിത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ എന്ന് പറയുന്ന ആൾ ഇതിൽ വലിയ റോൾ വരുന്നുണ്ട് ഈ റിയൽ സ്റ്റോറിയിൽ. അപ്പോൾ നമ്മുടെ വേൾഡ് വാർ 2 അതാണ് ഇതിൻ്റെ ഒരു കഥാപശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹിറ്റ്ലറിൻ്റെ നാസികൾ, ജർമ്മൻസ് ഒരു സൈഡിൽ, അതേപോലെ യൂറോപ്യൻ കൺട്രികളുടെ എല്ലാം ഒരു ആർമി മറ്റൊരു സൈഡിൽ, അങ്ങനെ ചിന്നിച്ചിതറി തമ്മിൽ പോരടിച്ച് നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു നീക്കം നടക്കുകയാണ്. ഓക്കെ, അത് അതിൻ്റെ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു നീക്കം നടക്കാൻ പോകുന്നു, ഒരു അറ്റാക്ക് നടക്കാൻ പോകുന്നു. ഓക്കെ, അപ്പം ജർമ്മൻസ്, നാസികൾ ഒരു ദ്വീപിൽ, ഈ പറയുന്ന എന്താ പറയുക യൂറോപ്യൻ യൂണിയനിൽ നിന്നൊക്കെ കുറച്ച് മാറിയുള്ള ഒരു ദ്വീപിൽ, കടലിലുള്ള ഒരു ദ്വീപിൽ ഒരു ഷിപ്പുണ്ട്, അവരുടെ ഒരു ഇറ്റാലിയൻ ഷിപ്പുണ്ട്. ഇറ്റാലിയൻ ഷിപ്പിൽ വൻ തോതിലുള്ള ആയുധ ശേഖരങ്ങൾ, അത് മിസൈൽസ് ആയിക്കോട്ടെ, ടോർപിഡോസ് അല്ലെങ്കിൽ മിസൈൽസ്, വെപ്പൺസ്, അതിന് വേണ്ട സാധനങ്ങൾ, അങ്ങനെ യുദ്ധത്തിന് വേണ്ട ആയിരക്കണക്കിന് 10,000-കണക്കിന് ആർട്ടിലറീസ്, വെപ്പൺസ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ബോംബ്സൊക്കെ ഒരു വലിയൊരു പടുകൂട്ടൻ ഷിപ്പിലാക്കിയിട്ട് ഒരു പോർട്ടിലിട്ടിരിക്കുകയാണ്, ഒരു ദ്വീപിലെ പോർട്ടിലിട്ടിരിക്കുകയാണ്. ആ ദ്വീപ് ഫുള്ള് നാസികളുടെ അധീനതയിലാണ്, നാസി ക്യാമ്പാണ്, മനസ്സിലായോ? ഒരു മിലിറ്ററി ക്യാമ്പാണ്, നേവി ബേസാണ്, അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഹൈലി സെക്യൂർ ആയിട്ടുള്ള ഒരു ദ്വീപ്, ജർമ്മൻസിനെ കൊണ്ട് നാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ദ്വീപാണ് ആ ദ്വീപ്. ആ ദ്വീപിൽ ഒരു വൻ കപ്പലിൽ ഇന്ന പോലെ ആയുധങ്ങളെല്ലാം ശേഖരിച്ച് തയ്യാറാക്കിയിട്ടിരിക്കുകയാണ്. ബ്രിട്ടനിലേക്ക് പോകാൻ വേണ്ടി, അല്ല ബ്രിട്ടീഷുകാരെ നശിപ്പിക്കാൻ വേണ്ടി, യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കപ്പൽ, ഇത്രയും ആയുധ ശേഖരങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ കപ്പൽ പുറം ലോകത്തേക്ക് എത്തിയാൽ, ശത്രുക്കളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്രിട്ടൻ തീർന്നിരിക്കും, ബ്രിട്ടൻ പിന്നെ ഉണ്ടാവില്ല എന്ന് ചർച്ചിലിന് മനസ്സിലായി. ചർച്ചിൽ അപ്പോൾ തീരുമാനിച്ചു ഇതിനെ എങ്ങനെയും തടുത്തേ പറ്റൂ, ഇതിനെതിരെ എങ്ങനെയും പ്രതികരിച്ചേ പറ്റൂ. പക്ഷേ ഡയറക്റ്റായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആർമിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ പരിപാടി നടത്താൻ പറ്റത്തില്ല. കാരണം ആർമി ഇറങ്ങി ഈ ദ്വീപിൽ കയറി പണിതാൽ അത് യൂറോപ്യൻ യൂണിയൻ അല്ലെ യൂറോപ്പുകാരല്ല നമ്മുടെ ബ്രിട്ടനെതിരെയാകുന്നതിന് ഒരു കാരണമാകും ഈ ബ്രിട്ടീഷ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ നാസികളുമായിട്ട് ജോയിൻ ചെയ്യുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാലും പണി കിട്ടും. അപ്പം മറ്റ് രാജ്യങ്ങൾ അറിയാതെ, പുറം ലോകം അറിയാതെ ബ്രിട്ടന് ഇതിലൊരു പങ്കുണ്ട് എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ അൺഒഫീഷ്യലായിട്ട് വേണം, സീക്രട്ടായിട്ട് വേണം ഈ കാര്യം ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പം അതിനായിട്ട് തന്നെ അണ്ടർ കവറിൽ 2 ഏജൻസിനെ ഇവർ ഈ ദ്വീപിലേക്ക് അയക്കുന്നുണ്ട്. ഒരു കസിനോ നടത്തുന്നതിനായിട്ട് അണ്ടർ കവറിൽ 2 ഏജൻസിനെ ഇവർ അവിടെ ബേസിലേക്ക് അയക്കുകയാണ്, അവരുടെ ബേസിലേക്ക് അയക്കുകയാണ്. പണി ഒന്ന് സെറ്റാക്കി അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 സീക്രട്ട് ഏജൻസിനെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് നടക്കില്ലല്ലോ. ഈ ഷിപ്പ് പുറം ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ബ്രിട്ടൻ ഇല്ല. അപ്പം എന്ത് വില കൊടുത്തും ഈ ഷിപ്പിനെ തകർത്തേ പറ്റൂ. എങ്ങനെയും ഇത് തകർക്കണമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. എന്നാൽ ബ്രിട്ടീഷ് ആർമിക്ക് ഇതിൽ ഇറക്കാനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും അപ്പോൾ അതിനിവർ കണ്ടുപിടിക്കുന്ന മാർഗം എന്ന് പറയുന്നത് കുറച്ച് പ്രൊഫഷണൽ കില്ലേഴ്സ് ഉണ്ട്. പ്രൊഫഷണൽ കില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുക ഒരു അൺസ്റ്റോപ്പബിൾ കില്ലിംഗ് മെഷീൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. കാരണം അവർ അത്രയും സ്കിൽഡാണ്. ഒരാളെ കൊല്ലുന്നതിൽ 100 വിധത്തിൽ, അല്ലെ പല മൾട്ടിപ്പിൾ വേസിൽ പല എനിമീസിനെ കൊല്ലുന്നതിൽ വളരെ സ്കിൽഡ് ആയിട്ടുള്ള കുറച്ചധികം വ്യക്തികൾ. അതിൽ പലരും പല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ചിലർക്ക് എന്താ പറയുക ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ എല്ലാവർക്കും തന്നെ ഈസിലി, ഈ പറയുന്ന ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും തന്നെ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റിൽ ഈസി ആയിട്ട് ഒരാളെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഷാർപ്പ് ഷൂട്ടേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, എന്താ പറയുക ബോംബ്സ്, എക്സ്പ്ലോസീവ്സിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഇതിനെല്ലാം പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുന്ന, പ്ലാൻ ചെയ്യുന്ന ഒരാൾ, സ്കെച്ച് പോടുന്ന ഒരാൾ, അങ്ങനെ ഒരാളുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പല സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഇവരെല്ലാവരെയും കൂടെ ചേർത്ത് ഒരു ടീം ഉണ്ടാക്കിയാണ്, ഒരു ടീം കോർഡിനേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഹെഡാണ് നമ്മുടെ ഹെൻറി കാവിലിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ആദ്യമായിട്ട് ഈ ടീമിലേക്ക് വിളിക്കുന്ന ഹെൻറി കാവിലിനെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറിനെയാണ്. അപ്പോൾ ആ ക്യാരക്ടർ വന്നു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹം പറയുകയാണ്, ഞാൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ടീമിനെ വേണം, എനിക്ക് ഇത്ര ആളുകളെ വേണമെന്ന് പറയുകയാണ്.
അങ്ങനെ അവരെ എല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഇവർ ഈ കപ്പൽ തകർക്കാൻ വേണ്ടിയിട്ട് ഈ നാട്സി ക്യാമ്പിലേക്ക് പോവുകയാണ്. ആ യാത്ര തന്നെ വളരെ ക്ലേശം നിറഞ്ഞാണ്. കടലിലൂടെയാണ് പോകുന്നത്, കപ്പൽ യാത്രയാണ്. ഒരു ഫിഷിംഗ് ബോട്ടിൻ്റെ രൂപത്തിൽ എന്താ പറയുക, അവർ അണ്ടർ കവർ പോലെ ഫിഷിംഗ് ബോട്ടിലാണ് ഇവർ പോകുന്നത്, ഫിഷർമാൻ ആണെന്നുള്ള രീതിയിൽ. അപ്പം ഇവരെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര ഫണ്ണിയാണ്, സൈക്കോസ് ആണ്. എന്നാൽ നല്ല ടീം എന്താ പറയുക, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയോട് കാണിക്കുന്നുണ്ട്. അതേപോലെ നല്ലൊരു ടീം വർക്കാണ്, നല്ല ടീമായിട്ട് ഒത്തൊരുമയോടെ നിന്നുകൊണ്ട് ഇവരുടെ ആ യൂണിറ്റിയാണ് മെയിൻ. ആ സംഭവം നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു സിങ്കും ഒരു ബ്രദേഴ്സിൻ്റെ ആംസ് എന്നൊക്കെ പറയുന്നില്ലേ, അന്തമാതിരി ഐറ്റംസ് ആണ്, ബ്രോസ് ആണ്, ബഡ്ഡീസ് ആണ്. അപ്പോൾ ആ ഗ്യാങ് കടലിലൂടെ പല പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അത് തരണം ചെയ്തുകൊണ്ട് പോകുന്ന, ഓവർകം ചെയ്ത് അവസാനം ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ് ഈ ഒരു കഥയുടെ സംഭവം എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴത്തേക്കും ട്വിസ്റ്റൊക്കെ ഉണ്ട്. അതായത് ഈ ഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എന്താ പറയുക, റീഇൻഫോഴ്സ്ഡ് സ്റ്റീൽ കൊണ്ട്, ഡബിൾ റീഇൻഫോഴ്സ്ഡ് സ്റ്റീലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡബിൾ പ്രൂഫൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. തകർക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റേജൊക്കെ വരും. അപ്പോൾ ഇതിനെ അവർ വീണ്ടും എങ്ങനെ ഓവർകം ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായിട്ടും ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ചുമ്മാ ഒരു ആക്ഷൻ സ്പൈ മൂവി അല്ല ഇത്. അപ്പോൾ പൊതുവേ സ്പൈ മൂവീസ് എല്ലാം എടുക്കുമ്പോൾ തന്നെ അതിലൊരു പെൺകുട്ടി കാണും വശീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എനിമീനെ അല്ലെങ്കിൽ ശത്രുവിനെ വശീകരിച്ച് മയക്കി വശത്തിലാക്കി എന്തൊരു പണി കൊടുക്കാൻ ഒരു നല്ലൊരു സെക്സി ആയിട്ടുള്ള ഒരു ഏജൻ്റ് ഒരു പെണ്ണ് കാണും. അതേപോലെ തന്നെ എന്താ പറയുക, നല്ല കുറേ ആക്ഷൻ സീൻസ് കാണും, കുറച്ച് ബോംബ് സ്ഫോടനം, വെടിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ജെയിംസ് ബോണ്ടിനെ പോലെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണും. ഇതൊക്കെയാണ് ഒരു സ്പൈ മൂവീസിൽ മിക്കവാറും നമ്മൾ കണ്ടുവരാറുള്ള സംഭവങ്ങൾ. അതൊക്കെ ഇതിലുമുണ്ട്. എന്നാൽ ഇതൊരു റിയൽ സ്റ്റോറി കൂടിയാണ്, മനസ്സിലായി. ഇതിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ചില കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്പൈ മൂവിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാര്യങ്ങൾ മസ്റ്റായിട്ട് വേണം. അതൊക്കെ ഇതിൽ എല്ലാ സിനിമകളിലെയും പോലെ തന്നെ ഉണ്ട്. പിന്നെ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സീരിയസ് മോഡിൽ പോകുന്ന ഒരു സ്പൈ ആക്ഷൻ മൂവിയല്ല. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോമഡി ഉണ്ട്, നല്ല രീതിയിൽ ഫണ്ണി ആയിട്ടുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, നല്ല പോലെ നമുക്ക് ചിരിക്കാനുണ്ട്. അത് എന്താ പറയുക, ആറ്റ കോമഡി അടിച്ചിട്ട് അങ്ങനെയൊന്നും മാത്രമൊന്നുമല്ല. ഈ ഹെൻറി ക്യാവിൻ്റെയൊക്കെ ചില സമയത്തെ മാനറിസങ്ങളും എക്സ്പ്രഷൻസും ചെറിയ സിമ്പിൾ ടോൺസും ഡയലോഗ്സൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് ചിരി വരും. ആ രീതിയിലാണ് ക്യാരക്ടർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജാക്ക് സ്പാരോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഐക്കോണിക് ക്യാരക്ടറല്ലേ, അത്രത്തോളം ഒന്നും വരുന്നതല്ല, ജാക്ക് സ്പാരോട് കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഹെൻറി ക്യാവിൻ്റെ റോൾ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലീഡറിനെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ള സ്ഥാനത്താണ്, ഈ ടീമിൻ്റെ ലീഡർ എന്നുള്ള സ്ഥാനത്തേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് ഹെൻറി ക്യാവിൻ്റെ ക്യാരക്ടർ. അപ്പം ഹെൻറി ക്യാവിൻ്റെ ക്യാരക്ടർ അറ്റ് ദ സെയിം ടൈം നല്ല ഫണ്ണിയാണ്, ഭയങ്കര കൂളാണ്, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തു പോകും. എന്നാൽ ഇടയ്ക്ക് നല്ല തമാശകളൊക്കെ കാണിച്ച് പുള്ളിയുടെ നടത്തവും പുള്ളി ചെയ്യുന്ന പരിപാടികളും സംസാരിക്കുന്ന രീതി എല്ലാം അത്യാവശ്യം നല്ല തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ആക്ഷൻ സീൻസും ഉണ്ട്, നല്ല ഇട്ടിവിട്ട് ഫൈറ്റ്സ് ഉണ്ട്, കിണ്ണം കച്ച ഫൈറ്റ്സ് ഉണ്ട്, നല്ല കുറേ എക്സ്പ്ലോഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പടം ഓവറോൾ A to Z കൊള്ളാം. നല്ല വിഷ്വൽസ്, നല്ല ഗൈഡിങ്, എന്താ പറയുക, നല്ല എഡിറ്റിങ്, നല്ല ഡയറക്ഷൻ, അങ്ങനെ എന്ത് നോക്കിയാലും പടം സംഭവം സെറ്റാണ്. കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്, നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്, എൻഗേജിങ് ആണ്, എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇറങ്ങുന്ന ഇംഗ്ലീഷ് സിനിമകൾ എന്ന് പറഞ്ഞാൽ അവർ റിയലിസ്റ്റിക് മൂഡ് പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ര നല്ല പടങ്ങളൊന്നും ഇറങ്ങുന്നില്ല എന്ന് തന്നെ പറയാം. ആവറേജ് സിനിമകൾ മാത്രമേ ഉള്ളൂ. പണ്ടത്തെ പോലെ മാർവലിൻ്റെ ഒന്നും, അല്ലെങ്കിൽ ഈ അവഞ്ചേഴ്സൊക്കെ പോലെയോ, അല്ലെങ്കിൽ നല്ല എന്താ പറയുക, ഭയങ്കര സൂപ്പർ വേൾഡ് വൈഡ് ഹിറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ പൊതുവേ ഇപ്പോൾ ഇറങ്ങുന്നില്ല. അവിടെയും പരാജയങ്ങളൊക്കെ തന്നെയാണ് കൂടുതലും. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങിയതിൽ വെച്ച് ഭേദപ്പെട്ട അല്ലെങ്കിൽ നല്ലൊരു മൂവിയാണ് ഈ പറയുന്ന നമ്മുടെ ഹെൻറി ക്യാവിലിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കേന്ദ്ര കഥാപാത്രമാക്കി ഇറക്കിയിരിക്കുന്ന നമ്മുടെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗൈ റിച്ചി തീർച്ചയായിട്ടും നല്ലൊരു പരിപാടി തന്നെയാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ മിനിസ്ട്രി ഓഫ് അർജൻ മാൻലി വാർഫെയർ എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും നിങ്ങൾ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഒരു രീതിയിൽ നിങ്ങൾക്ക് ബോറടിക്കില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ള വഴിയിൽ ഇത് എന്താ പറയുക, OTT റിലീസ് ആകുമ്പോഴേക്കും അങ്ങനെയെങ്കിൽ അങ്ങനെ കാണാൻ ശ്രമിക്കുക. കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. ഓക്കെ.